നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളമാകെ ഇപ്പോൾ ഒരു പാട്ട് നിറയുകയാണ്. പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടവനാരപ്പ. സൈബറിടത്തും രാഷ്ട്രീയത്തിലുമൊക്കെ ഒരുപോലെ വൈറൽ ഹിറ്റാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടവനാരപ്പ എന്ന ഗാനം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് തുടങ്ങി അടിച്ചു പൊളിച്ചുള്ള പാട്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന പാട്ടിൻ്റെ പാരഡി ഗാനമാണ് കുഞ്ഞംതുള്ള പുറത്തിറക്കിയത്. നാദാപുരം ചാലപ്പുറം സ്വദേശി GP കുഞ്ഞംതുള്ളയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. നെഞ്ചു പിളർക്കുന്ന വേദനയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ആ വേദനയിൽ എഴുതിയ പാട്ടാണെന്ന് GP കുഞ്ഞംതുള്ള പറയുന്നു. ഖത്തറിൽ ബിസിനസ്സുകാരനാണ് കുഞ്ഞംതുള്ള. സ്വാമിയെ അയ്യപ്പോ എന്ന പാട്ടിൻ്റെ ഈരടി എന്തായാലും സംഗതിയേറ്റു. യൂട്യൂബിൽ മാത്രം 2 ദശലക്ഷം ആളുകൾ ഈ പാട്ട് കേട്ടു. ഇപ്പോഴിതാ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മുഖ്യ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ പാട്ട്. ജയിലിൽ കിടക്കുന്ന കട്ടിളവാസവും പത്മകുമാറുമൊക്കെ ആകെ ആദ്യ പിടിച്ചു നിൽക്കുന്നു. എന്ന് പുറത്തേക്ക് വരാൻ കഴിയുമെന്ന് പോലും ഒരു നിശ്ചയവുമില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ച ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളമാണ്. അതായത് മധ്യ കേരളം. മധ്യ കേരളത്തിലെ ഈ തോൽവിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പാർട്ടി വിലയിരുത്തൽ നടത്തി ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നൊക്കെ നമ്മുടെ സാക്ഷാൽ MV ഗോവിന്ദൻ തട്ടിവിട്ടുവെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല. തെക്കൻ കേരളത്തിൽ CPMനും ഇടതുപക്ഷത്തിനുമൊക്കെ പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും ഇപ്പോഴും അവർ ഒരുവിധത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. എന്നാൽ മധ്യ കേരളം തകർന്നടിച്ചതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഇത് തിരിച്ചറിഞ്ഞ പാർട്ടി എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾക്ക് നിർബന്ധിതമായിരിക്കുന്നു. മറുവശത്ത് കുഞ്ഞംതുള്ളിയുടെ പാട്ട് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഹിറ്റാവുകയാണ്. ഈ പാട്ട് ഈ പോക്കാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചരണകാലമായി ഇത് മാറും. 1000 പ്രസംഗങ്ങളെക്കാൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറുന്ന ഒരു പാട്ടാണിത്. ഈ പാട്ട് കേട്ടാൽ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPMനെ അങ്ങ് വെറുത്ത് പണ്ടാരമണകും. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ തോൽവി തന്നെയാണ് പാർട്ടി മുഖ്യമായി പരിശോധിക്കേണ്ടത്. ഇക്കാര്യം പാർട്ടി അണികളും പാർട്ടി അനുഭാവികളുമൊക്കെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. പത്മകുമാറിനെയും വാസുവിനെയും അത്രയേറെ ജനങ്ങൾ വെറുത്തു കളഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ കളിച്ച എല്ലാ മുതിർന്ന നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ല എങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് പത്തനംതിട്ടയിലെ പാർട്ടി അണികൾ പാർട്ടി നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. വാസുവിനും പത്മകുമാറിനും ജാമ്യം വാങ്ങി അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയാലും പ്രശ്നം തങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന് CPM സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായി. ഇനി ഒന്നേ അവർക്ക് മുന്നിൽ മാർഗമുള്ളൂ. പത്മകുമാറിൻ്റെ മൊഴിയനുസരിച്ച് ഒരു പഴയ മന്ത്രിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രൻ. ആ മന്ത്രിയെ കൂടി പ്രത്യേക അന്വേഷണ സംഘം ഒന്ന് ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിനപ്പുറത്ത് മന്ത്രിയെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള സാധ്യതകൾ വിരളമാണ് എന്ന് CPM അനുഭാവികൾ കണക്കുകൂട്ടുന്നു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചു വരുത്തിയാൽ അത് ഒരുപക്ഷെ UDF ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചേക്കാം. BJPയും ഏറ്റവും വലിയ പ്രചരണായുധം നോക്കി നിൽക്കുകയാണ്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ ഏതെങ്കിലും വിധത്തിൽ പാർട്ടി ശ്രമിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് എന്നും പാർട്ടി നേതൃത്വത്തിനറിയാം. ചെകുത്താനും കടലിനുമിടയിൽ കിടന്ന് പിടയുകയാണ് CPM എന്ന് വ്യക്തം. ഇതിനിടയിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വാസു ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷയുമായി എത്തി. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ച് യാതൊരുവിധ രേഖകളുമില്ല എന്നാണ് വാസു പറയുന്നത്. കേസിലെ 3ാം പ്രതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാണ് N വാസു. ഹൈക്കോടതിക്ക് മുൻപാകെ ഇത്തരമൊരു വിചിത്ര ജാമ്യ ഹർജി നൽകിയ വാസു പിന്നീട് കോടതിയിൽ ഇളുഭ്യനായി. അങ്ങനെയെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലല്ലോ എന്നാണ് കോടതി മറുപടി കൊടുത്തത്. സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ സർക്കാരിന് തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ബദറുദ്ദീനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകിയത്. 2019 കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശുപാർശ വന്നപ്പോൾ വാസുവായിരുന്നു ദേവസ്വം ബോർഡ് കമ്മീഷണർ. N വാസു ഉത്തരവിൽ രേഖപ്പെടുത്തിയത് ചെമ്പുപാളികളെന്ന്. ഇക്കാര്യം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ബോർഡിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു N വാസു. താൻ ഒന്നും ചെയ്തില്ല, കാര്യങ്ങൾ പഠിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ ബോർഡിനോട് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ N വാസു.
എന്നാൽ ഒന്നും ചെയ്യാതിരിക്കാനല്ലല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു കമ്മീഷണറെ നിയമിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് വാസുവിന് ഉത്തരവുമില്ല. 2019 മുതൽ പദവിയിലിരിക്കുന്ന വാസുവിന് സ്വർണം പൊതിഞ്ഞിരുന്ന കാര്യം അറിവുള്ളതല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ മിഴുങ്കസ്യ എന്ന് നിൽക്കുകയാണ് എൻ വാസുവിൻ്റെ അഭിഭാഷകൻ. തുടർന്നാണ് ഒരു വിചിത്രവാദം വാസു കോടതിയിൽ ഉന്നയിച്ചത്. സ്വർണം പൂശിയതിന് യാതൊരുവിധ തെളിവുമില്ല. ഒക്ടോബർ 23 മുതൽ താൻ അഴിക്കുള്ളിൽ കിടക്കുകയാണ്. ജാമ്യം അനുവദിക്കണം. പ്രായാധിക്യത്താൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്ന് എഴുതി വെച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസുവാണ്. ഇതാണ് വാസു അഴിക്കുള്ളിലാകാനുള്ള മുഖ്യ കാരണം. CPMന്റെ അരുമശിഷ്യനും പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു എൻ വാസു. ശബരിമല യുവതീ പ്രവേശന സമയത്ത് അന്ന് വാസു കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട്. ഒരു കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് ഒരു പറക്കൽ, പിന്നീട് തിരിച്ച് AKG സെൻറ്ററിലെത്തി പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചനകൾ, പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് കാര്യം ധരിപ്പിക്കൽ. വലിയ ഉന്നതിയിൽ വിരാജിച്ചിരുന്ന വാസു ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നു. പഴയ സഹപ്രവർത്തകരോടുള്ള സ്നേഹം പിണറായി വിജയൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് വാസുവിനെ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം പച്ചക്കൊടി കാട്ടിയില്ല. ഈ കേസോടെ കട്ടിള വാസു എന്ന പേര് വീണിരിക്കുകയാണ് എൻ വാസുവിന്. വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, വാസു സാറല്ല കള്ളൻ വാസു എന്ന് ചിലർ കേരളത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിന് പിന്നിൽ കളിച്ച ഏറ്റവും പ്രമുഖ വ്യക്തി. ചുരുക്കത്തിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് എൻ വാസുവാണ് എന്ന് കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ പണ്ട് വിജയമല്യ സ്വർണം പൊതിഞ്ഞിരുന്നോ എന്നതിന് തെളിവില്ല എന്ന് എൻ വാസുവിനെ പോലുള്ളവർ പറയുമ്പോൾ ശബരിമലയിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇനി തെളിവുണ്ടോ എന്ന് ജനം ചോദിക്കുന്നു. കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞിരുന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കവർച്ച കേസിൽ ജയിലിൽ റിമാൻഡിലായിരുന്ന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും SIT വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ കടുത്ത അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കസ്റ്റഡി വാങ്ങൽ. നേരത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നിലുണ്ടായിരുന്നതുകൊണ്ട് 1 മാസ അവധി ഹൈക്കോടതിയിൽ നിന്ന് SIT വാങ്ങിയിരുന്നു. ഇനി അന്വേഷണം വളരെ വേഗത്തിലായില്ല എങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ SIT കേൾക്കേണ്ടി വരും. ഇപ്പോൾ 2 ദിവസത്തേക്കാണ് മുരാരിയെയും പോറ്റിയെയും കസ്റ്റഡിയിൽ SIT വാങ്ങിയിരിക്കുന്നത്. അവരിൽ നിന്ന് കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തി അടുത്ത അറസ്റ്റിലേക്ക് കടക്കുകയാണ് SITയുടെ ലക്ഷ്യം. ഈ കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അപ്പോഴും പത്മകുമാർ പറയുന്നത് സർക്കാർ അറിഞ്ഞാണ് കാര്യങ്ങളൊക്കെ നീക്കിയത്. ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഇക്കാര്യത്തിൽ ബന്ധമുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിലെ മറ്റ് 2 അംഗങ്ങൾ പറയുന്നത് പത്മകുമാർ സ്വന്തം ഇഷ്ടത്തിനാണ് ദേവസ്വം ബോർഡിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതെന്ന്. പുതിയ ചില തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ SIT സംഘം തന്നെ പുറത്തുവിടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്നതുകൊണ്ട് സൂക്ഷ്മതയോടെയാണ് SITയുടെ അന്വേഷണം. മുരാരിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കോടതിയിൽ ഹാജരാക്കും. ഫേസ് ലോക്ക് ഉപയോഗിക്കുന്ന മുരാരി ബാബുവിൻ്റെ ഫോൺ തുറന്ന് പരിശോധിക്കുന്നത് ഉൾപ്പെടെ കസ്റ്റഡി കാലയളവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒട്ടനവധി ലക്ഷ്യങ്ങളുണ്ട്. ഇതിനിടയിൽ കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. ഒരു ഉദ്യോഗസ്ഥന്റെ ചുമതല വഹിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്ന് സുധീഷ് കുമാർ കോടതിയിൽ പറഞ്ഞു നോക്കിയെങ്കിലും രക്ഷയില്ല. ഹൈക്കോടതി കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല ഏറ്റവും വലിയ പ്രമുഖരെ ഇനി രക്ഷപ്പെടുത്താൻ. പത്മകുമാറിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന പ്രമുഖരിലേക്ക് അന്വേഷണം എത്തും എന്നത് ഉറപ്പായി കഴിഞ്ഞു. മറുവശത്തിത നമ്മുടെ കുഞ്ഞബ്ദുള്ളയുടെ പാട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.